ഇന്ത്യയിലാദ്യമായി കാലാവധി പൂർത്തിയാക്കിയ ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ നായകനെന്ന ചരിത്രം സി അച്യുതമേനോൻ്റെ പേരിലാണ്. ഒരു ബഹുകക്ഷി മന്ത്രിസഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് രാജ്യത്തെ പഠിപ്പിച്ച രാഷ്ട്രീയാചാര്യൻ. ഒളിവ് ജീവിതം നയിക്കുമ്പോഴായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം. പിന്നീട് 1957 ആദ്യ കേരള മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് CPIയിൽ നിലയുറപ്പിച്ച അച്യുതമേനോൻ 1969 ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. 1970 വീണ്ടും മുഖ്യമന്ത്രിയായതോടെ കേരളത്തിൽ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയെന്ന ചരിത്രവും അച്യുതമേനോൻ്റെ പേരിൽ എഴുതപ്പെട്ടു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അച്യുതമേനോൻ്റെ ദീർഘവീക്ഷണത്തിൽ നിന്ന് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ നിരവധി സ്ഥാപനങ്ങൾ ഉയർന്നു. കൊച്ചിൻ സർവകലാശാല, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഭൗമശാസ്ത്ര പഠന കേന്ദ്രം തുടങ്ങി പഠന ഗവേഷണ രംഗത്ത് കേരളം അഭിമാനം കൊള്ളുന്ന സ്ഥാപനങ്ങൾ സി അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രിയുടെ സംഭാവനകളാണ്. സ്വകാര്യ വനഭൂമി ഏറ്റെടുക്കലടക്കമുള്ള ധീരമായ പല നടപടികളും അച്യുതമേനോൻ സർക്കാർ സ്വീകരിച്ചു. കാർഷിക തൊഴിൽ നിയമം, വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി എന്നീ പരിഷ്കാരങ്ങൾ അച്യുതമേനോൻ എന്ന ഭരണാധികാരിയുടെ സംഭാവനകളാണ്. കേരളത്തിന് ആദ്യമായി ഒരു ശാസ്ത്ര നയം രൂപപ്പെടുന്നത് അച്യുതമേനോൻ്റെ ഭരണകാലത്താണ്. കെൽട്രോൺ, നാറ്റ്പാക് തുടങ്ങി സംരംഭങ്ങൾക്കും അച്യുതമേനോൻ സർക്കാർ തുടക്കമിട്ടു. കേരളം കണ്ട മികവുറ്റ എഴുത്തുകാരിലൊരാൾ കൂടിയായിരുന്നു അച്യുതമേനോൻ എന്ന നിസ്വാർത്ഥനായ ജനസേവകൻ.